സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ലഹരി വിരുദ്ധ ജനകീയ പ്രചരണ പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും പങ്കുചേർന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൊൻകുന്നത്ത് എത്തിയ ആഭ്യന്തരമന്ത്രിയെ തുറന്ന ജീപ്പിൽ പാരിഷ് ഹാളിലേക്ക് ആനയിച്ചു. ബാൻഡ് മേളത്തോടെയായിരുന്നു സ്വീകരണം. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മരണത്തിന്റെ വ്യാപാരികളായ ലഹരി വിൽപ്പനക്കാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജൂൺ 2-ന് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് ശേഷം സംസ്ഥാനത്താകെ 4500 പേരെ വിവിധ ലഹരി മരുന്ന് കേസുകളിലായി അറസ്റ്റ് ചെയ്തു. ലഹരി വിൽപ്പനക്കാരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ 4000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. കാപ്പ പോലുള്ള നിയമങ്ങൾ ഞങ്ങൾ അവരുടെ പേരിൽ പല ആളുകളുടെ പേരിൽ നിന്ന് രജിസ്റ്റർ ചെയ്യും. അവരുടെ പ്രോപ്പർട്ടികൾ, അവരുടെ വസ്തുവകകൾ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഈ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇവരെ വെറുതെ വിടില്ല, ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ തൂഫാന് 3 ഘടകങ്ങളാണുള്ളതെന്നും മയക്കുമരുന്ന് ലോബിയുടെ നട്ടെല്ല് തകർക്കുന്ന പ്രവർത്തനം വരുന്ന 5 വർഷക്കാലവും നടത്തുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കാരണം ജനങ്ങൾക്ക് ഒരു ധൈര്യം വന്നിരിക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. മയക്കുമരുന്ന് ലോബിയുടെ നട്ടെല്ല് തകർക്കാൻ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. ഇവർ നിർത്തുക. ഞാൻ എല്ലാവരോടും നിങ്ങൾ നിർത്തണം. ഈ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന ആളുകൾ, വിതരണം നടത്തുന്ന ആളുകൾ, വിൽക്കുന്നവർ, നിങ്ങളിത് നിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി അധ്യക്ഷനായി. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമതായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ 28 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. അവിടെ 1-ാം ഘട്ടത്തില് വിദഗ്ധരായ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ, ഗതാഗത വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാ സ്കൂളുകളിലും എത്തി. ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവരുടെ സേവനങ്ങൾ ഇപ്പോൾ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ അധ്യാപകർ കണ്ടെത്തുന്ന ലഹരിയിലേക്ക് വഴുതി വീഴുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടി നമ്മൾ മനഃശാസ്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് പരിപാടികളാണ് 2-ാം ഘട്ടത്തിൽ. 3-ാം ഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ലഹരിയിലേക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വഴുതിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സകൾ ഉൾപ്പെടെയുള്ളവയാണ് 3-ാം ഘട്ടത്തിൽ. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീം അഹമ്മദ്, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ, ചിറക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ജോസഫ് പത്യാല, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കൊന്നപ്പള്ളി, കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ്, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം SP KM സാബു മാത്യു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യജ്ഞത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.